തൃശ്ശൂരിൽ നിന്നും ഒരു ദുഃഖകരമായ വാർത്ത പുറത്തേക്ക് വരുന്നു. തൃശ്ശൂർ ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടിയും മരിച്ചു. 4 വയസ്സുകാരൻ അക്ഷയ് KP ആണ് മരിച്ചത്. ചികിത്സയിലിരിക്കെ അമ്മ ശൈലജയും സഹോദരി അണിമയും നേരത്തെ മരിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ശൈലജയും മക്കളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കഴിക്കുകയായിരുന്നു. വിവരങ്ങൾ സാനു കെ സജീവ് നൽകും. സാനു, വളരെ ദുഃഖകരമായ വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നും ഈ പുലരിയിൽ വരുന്നത്. പറയൂ. ഒരാഴ്ച മുന്നെയാണ് അമ്മയും 2 മക്കളും ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതായത് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അന്ന് തന്നെ ഇവരുടെ മൂത്ത മകളായിട്ടുള്ള 6 വയസ്സുകാരി അണിമ മരണപ്പെട്ടിരുന്നു. തുടർന്ന് അമ്മയും ഇപ്പോൾ മരിച്ചിട്ടുള്ള കുട്ടിയും, അതായത് 4 വയസ്സുകാരനായിട്ടുള്ള അക്ഷയ KPയും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയിലിരിക്കെ അമ്മയും മരണപ്പെട്ടിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അവരുടെ രണ്ടാമത്തെ കുട്ടിയും കൂടെ ജീവൻ കൂടെ നഷ്ടമാകുന്നത്. അതായത് ഇവരുടെ അച്ഛൻ, അതായത് പിതാവ്, ഒരു 1.5 മാസം മുമ്പ് ഹൃദയ സമ്മർദ്ദത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് കുടുംബം ആകെ ദുഃഖത്തിലായിരുന്നു. പുറത്തുള്ളവരൊന്നുമായിട്ട് മിണ്ടാതെ, സമ്പർക്കമൊന്നുമില്ലാതെ വീടിനുള്ളിൽ കഴിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈ മനോവിഷമത്തിലാണ് കുടുംബം ഒന്നാകെ ജീവനൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും പിന്നീട് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ആ കുടുംബത്തിലെ എല്ലാവരും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. അതായത് വിഷം കഴിച്ച് ജീവനൊടുക്കാനുള്ള ശ്രമത്തിൽ 3 പേരും ഘട്ടം ഘട്ടമായി മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് 4 വയസ്സുകാരനായിട്ടുള്ള അക്ഷയ് കൂടിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. തൃശ്ശൂരിൽ കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ച കുടുംബത്തിലെ ഒരു കുഞ്ഞുകൂടി മരണപ്പെട്ടിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ വാർത്ത ഈ രാവിലെ തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവാണ് പങ്കുവച്ചത്.